വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി എന്ന് കുട്ടിയുടെ പിതാവ് ആരോപിച്ചു. ആനുകൂല്യം ലഭിക്കില്ല എന്ന കത്ത് വന്നപ്പോഴാണ് വകുപ്പ് ചുമത്തിയില്ല എന്നറിഞ്ഞത്. പീരുമേട് MLA കത്ത് നൽകിയിട്ടും പോലീസ് ഇക്കാര്യത്തിൽ പ്രതിക്കൊപ്പമാണ് നിന്നതെന്ന് പിതാവ് ആരോപിച്ചു. ആദ്യം പിതാവ് ഇന്നീ വിഷയത്തിൽ പറഞ്ഞത് എന്ത് എന്നത് കേൾക്കാം. പോലീസുകാർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SC ആണെന്നും അവൻ OBC ആണെന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കാതെ വിട്ടുപോയി. ജില്ലാ ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടുകയില്ല, അത് അട്രോസിറ്റി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഇങ്ങനൊരു ആക്ട് ഇടാനുള്ളതും അവർ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ DYSPക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. അദ്ദേഹം പറയുന്നത് CIയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയാൽ മതിയെന്ന്. MLAയുടെ ഒരു കത്ത് കൊണ്ടുപോയി DSP കൊടുത്തു. അപ്പോൾ ഇവർ കാലാകാലങ്ങളിൽ കണ്ണനെ അറിയാം, അവൻ SC ആണ്, പ്രതിയും അറിയാം, പ്രതിയുടെ അപ്പനെ അറിയാം. അപ്പോൾ പോലീസുകാർ ആവശ്യപ്പെട്ട പ്രകാരം പോലീസുകാർക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു, അവൻ SC ആണെന്നും അല്ല ക്രിസ്ത്യാനിയാണെന്നും ഇത്ര വർഷങ്ങളായിട്ട് അവൻ മതമാറ്റമൊന്നും ചെയ്തിട്ടില്ല, അവൻ ഇതിനു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള വില്ലേജ് ഓഫീസർക്ക് തെറ്റുപറ്റിയതാണ്, അന്വേഷിക്കാതെ ഓൺലൈനിൽ മുഖാന്തര എന്തോ കൊടുത്തിട്ടുള്ളതാണ്, തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പ്രതികരിച്ചു. പോലീസ് അന്വേഷണത്തിൽ പാളിച്ചയുണ്ടായെന്ന കോടതി നിരീക്ഷണം പ്രോസിക്യൂട്ടർ തള്ളി. ഈ വിധി റദ്ദ് ചെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. കോടതിയുടെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ അപര്യാപ്തമാണ്. DNA പ്രൊഫൈലിംഗ് ഇല്ല. പിന്നീട് ഈ സാക്ഷികൾ പറഞ്ഞതിലുള്ള ചെറിയ കോൺട്രഡിക്ഷൻസ് പോലും വലിയ പ്രാധാന്യത്തോടു കൂടി കോടതി കണ്ടു. ഇതിൽ സയൻറ്റിഫിക് എവിഡൻസ് പര്യാപ്തമാണെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം. അതിനുള്ള സുപ്രീം കോടതി വിധികളും സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് വ്യാജ തെളിവുണ്ടാക്കി നിരപരാധികളെ കുടുക്കുന്നതിന് ഉദാഹരണമാണ് വണ്ടിപ്പെരിയാർ കേസെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ SK ആദിത്യൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു. ഇയാളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. കേസ് അട്ടിമറിച്ചതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പങ്ക് പരിശോധിക്കണമെന്നും SK ആദിത്യൻ പറഞ്ഞു. ഒരാളെ എങ്ങനെ പോലീസ് ഫ്രെയിം ചെയ്യുന്നു, വളരെ ശാസ്ത്രീയമായി അവർക്ക് ഫ്രെയിം ചെയ്യാനുള്ള പ്രത്യേകതരം കഴിവുണ്ട്. അത് ഇത്തരത്തിൽ കോടതിയിൽ വരുമ്പോൾ അത് പരിശോധിക്കുമ്പോൾ അത് തള്ളിപ്പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ഒരു ക്ലാസിക് കേസായി ഈ കേസ് മാറും. ഞാൻ പറയുന്നത് ഈ കുട്ടിയുടെ ലയത്തിനോട് ചേർന്ന് തന്നെ, ഈ കുട്ടി മരിച്ച കൃത്യമുറിയോട് ചേർന്ന് തന്നെ മറ്റൊരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ. അയാളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. വളരെ വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അയാൾ നിലവിലെ ഒരു വലിയ രാഷ്ട്രീയ കക്ഷിയുടെ പ്രമുഖയായ നേതാവിൻ്റെ മകനാണ്. അയാളിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഈ പറയപ്പെടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് തീർച്ചയായും അന്വേഷണം വരണം. അതിൻ്റെ സ്വാഭാവികമായ നീതിയാണല്ലോ. ശക്തമായി ആവശ്യപ്പെടുന്നു. ഇതിൽ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയെ കൊണ്ട് തന്നെ അന്വേഷണം വേണം. അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ, യഥാർത്ഥ പ്രതിയിലേക്ക് എത്തട്ടെ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ട വിധി സംസ്ഥാനത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകാൻ നടപടി സ്വീകരിച്ചു. വിഷയം സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം. അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും. ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളും ഉണ്ടാകും. ഇപ്പോൾ തന്നെ അപ്പീൽ പോകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പീൽ അതിൻ്റെ ഭാഗമായി പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഗൗരവമായി പരിശോധിക്കുകയും ചെയ്യും. രാഹുൽ വിജയനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നത്. രാഹുൽ, ഈ തുടക്കത്തിലൊന്നും ഒരു ഘട്ടത്തിലും പോലീസിനെതിരെ കുടുംബത്തിന് പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം, അതായത് SC/ST പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നവർ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. ഇത് മനഃപൂർവ്വം ഉണ്ടായ ഒരു വീഴ്ച എന്ന തരത്തിലേക്കാണോ അവരതിനെ കാണുന്നത്? ആ തരത്തിലേക്ക് ഈ കേസ് അവസാനം എത്തുമ്പോഴേക്കും അതിൻ്റെ ഫലത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണോ ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്?
അനുജ, ഈ കേസിൽ ഈ SC/ST ആക്ട് ചുമത്തിയിട്ടില്ല എന്നുള്ളത് ആദ്യം മുതൽ തന്നെ ഈ കുടുംബത്തിനുള്ള പരാതിയാണ്. മറിച്ച് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കുന്നതിലോ പോലീസിന് വീഴ്ച പറ്റി എന്നുള്ള യാതൊരു അഭിപ്രായവും ഈ കുടുംബത്തിനില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിലാകെ ഒരു പോരായ്മയായി പറഞ്ഞിരിക്കുന്നത് ഈ SC/ST ആക്ട് ചുമത്താത്തതിന്റെ വിഷയം മാത്രമാണ്. പക്ഷേ അതിൽ സമർപ്പിച്ച രേഖകളൊന്നും പര്യാപ്തമല്ലാതിരുന്നതുകൊണ്ട് ഹൈക്കോടതി വരെ അവരുടെ ആവശ്യം, ഈ കുടുംബത്തിന്റെ ആവശ്യം തള്ളിക്കളയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായി നിൽക്കുകയാണ്. മറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതിയുടെ വിധി പ്രസ്താവത്തിൽ വന്ന പോലീസിനെതിരെയുള്ള രൂക്ഷ വിമർശനമുണ്ട്. അതൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് ഒരു തരത്തിലും ഇവർ ഒരു വാദം ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പോലീസ് കൃത്യസമയത്ത് ഈ അപകടം, ഈ കുട്ടി മരിച്ച ആ ദിവസം തന്നെ ഇവിടേക്ക് എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഈ കോടതിയുടെ വിധി പ്രസ്താവത്തിൽ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ രണ്ടാമത്തെ ദിവസം മാത്രമാണ് ഈ സംഭവ സ്ഥലത്ത് എത്തിയത്. തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിക്കാവുന്ന വഴി അതുൾപ്പെടെ പോലീസ് കൃത്യമായി പരിശോധിച്ചില്ല എന്നതടക്കമുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, എണ്ണി പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും ഈ കുടുംബം അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരമൊരു കാര്യം ആരോപണമായി പോലും ഇവർ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ വിഷയത്തിൽ പ്രോസിക്യൂട്ടറും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന പോലീസ് കാരനായിട്ടുള്ള TD സുനിൽകുമാർ, CA ആയിരുന്ന TD സുനിൽകുമാറും തികഞ്ഞ വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ തങ്ങൾ ശേഖരിച്ച തെളിവുകളൊക്കെ കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുമ്പോൾ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ യാതൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളും നടന്നിട്ടില്ല എന്നും ഇവർ ആവർത്തിക്കുന്നുണ്ട്. കോടതിക്ക് എന്തുകൊണ്ടോ തങ്ങൾ കൊടുത്ത തെളിവുകൾ പര്യാപ്തമായി തോന്നിയില്ല, അത് എന്തുകൊണ്ടോ പരിഗണിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഈ കേസിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കേസിൽ വിധി പറഞ്ഞ ജഡ്ജി ആദ്യം മുതൽ ഈ വിചാരണ കാലയളവിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ജഡ്ജി ആയിരുന്നില്ല. 3 മാസം മുമ്പാണ് ഇപ്പോഴത്തെ ജഡ്ജി ചുമതലയേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജഡ്ജിക്ക് ഈ കേസ് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടിയിട്ടില്ല, കൂടുതലായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. മാത്രമല്ല കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ രാഹുൽ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ കാര്യത്തിൽ പറയുന്നത് എന്താണ്? പിറ്റേ ദിവസമാണ് ഇവർ ചെന്നത് അങ്ങോട്ടേക്ക് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അടക്കം നമ്മൾ കേട്ടതാണ്. അതൊക്കെ നിഷേധിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ സംസാരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ അങ്ങോട്ടേക്ക് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ തെളിവിലേക്ക് എത്തുന്നതിൽ പൂർണ്ണ പരാജയമായിരുന്നു പ്രോസിക്യൂഷൻ എന്ന് കോടതി പറഞ്ഞത് എന്നതിൽ ഇപ്പോൾ ഇവർ ചില കാര്യങ്ങൾ പ്രോസിക്യൂഷൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും അത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ അത് പൂർണ്ണമായും വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊരു ശുഭപ്രതീക്ഷ ഇവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു DNA പരിശോധനാ ഫലം മാത്രമാണ് എതിരായിട്ട് നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രതിക്ക് ഈ ഒരു വിധിയിൽ അനുകൂലമായിട്ട് വരാനുള്ള ഘടകമായി പറയുന്നത്. അതായത് ഈ കുട്ടിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച സാമ്പിളിൻ്റെ പരിശോധന, ആ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിളിൻ്റെ അളവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് പറയുന്നത്. പക്ഷേ അത് ഈ പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഈ പ്രതിക്ക് ഇതിൽ പങ്കില്ലാന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയോ മതിയായ ഒരു തെളിവല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു തെളിവുകളുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ നഖത്തിനിടയിൽ നിന്ന് കിട്ടിയ ഈ പ്രതിയുടെ വസ്ത്രത്തിന്റെ നാരുകൾ, കൈവെള്ളയിൽ നിന്ന് കിട്ടിയ നാരുകൾ, അതുൾപ്പെടെ ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യമേ ചോദിച്ചതുപോലെ തന്നെ ഇതിൽ ആദ്യം പറഞ്ഞിരുന്നത് ഈ സംഭവം നടന്ന രണ്ടാമത്തെ ദിവസമാണ് പ്രതി ഈ സംഭവ സ്ഥലത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിയത് എന്നുള്ളൊരു വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായത്. അതിലൊരു വിശദീകരണമായി പറയുന്നത്, ആദ്യ ദിവസങ്ങളിൽ ഇതൊരു സാധാരണ മരണമായിട്ടാണ് കരുതിയിരുന്നത്. അതായത് കളിക്കുന്നതിനിടയിൽ കഴുത്തിൽ ഷാൾ കുരുങ്ങിയുണ്ടായ ഒരു മരണം എന്ന നിലയ്ക്കാണ് ഇത് കണ്ടിരുന്നത്. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഇതിൻ്റെ സ്വഭാവം മാറുന്നത്. ഇതൊരു കൊലപാതകമാണ്, ബലാത്സംഗ കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല CA ആയിട്ടുള്ള TD സുനിൽകുമാർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എത്താൻ താമസിച്ചത്, അല്ലെങ്കിൽ വൈകിയത് എന്നുള്ളൊരു കാര്യമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇന്ന് നേരിട്ട് വ്യക്തമാക്കിയത്. മാത്രമല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ വീട്ടിൽ വരുമ്പോൾ വിരലടയാള വിദഗ്ധനുണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്രൈം സീനിലേക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. മാത്രമല്ല എല്ലാ തരത്തിലുള്ള തെളിവുകളും ശേഖരിക്കാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ശേഖരിച്ചു എന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു പോരായ്മ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസും ഈ കുട്ടിയുടെ കുടുംബവും പറയുന്നത്
ഈ DNA ടെസ്റ്റിനുണ്ടായിരുന്ന സാമ്പിളിൻ്റെ ഒരു കുറവ് മാത്രമാണ്, ബാക്കിയെല്ലാം കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജഡ്ജിമെൻ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ കാര്യമായിട്ടുള്ള പഠനം നടത്താൻ കഴിയാതെ പോയതാണ് ഇതിൽ പറ്റിയ വലിയ വീഴ്ച എന്നുള്ളതാണ് ഏറ്റവും ആവശ്യത്തിന് തെളിവുകളുണ്ട്, ശാസ്ത്രീയ തെളിവുകൾ അടക്കം എന്നതാണെന്ന് തോന്നുന്നു പ്രോസിക്യൂട്ടറുടെ ശുഭപ്രതീക്ഷ. അത് സുപ്രീം കോടതിയിലെ ചില കാര്യങ്ങളൊക്കെ ഉത്തരവുകളൊക്കെ ചൂണ്ടിക്കാട്ടി അതിന് പര്യാപ്തമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുമ്പോൾ അതിൽ വളരെ പോസിറ്റീവായ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് അവരുടെ പ്രതീക്ഷ എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൽ ഈ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ സാക്ഷികളായി പറഞ്ഞിരിക്കുന്നവരുടെ മൊഴികളിലെ പൊരുത്തക്കേടാണ്. അതായത് പലരും പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം. അതിലാണ് ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എല്ലാ സാക്ഷികളും ഒരേപോലെ മൊഴി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സാക്ഷി പറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ടും പഠിച്ച് പറയിപ്പിക്കുന്ന ഒന്നായി അതിനെ കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ പലരും പല രീതിയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ അതിനൊരു വിശ്വാസ്യത ഉണ്ടാകുന്നുള്ളൂ. സ്വാഭാവികമായിട്ടുള്ള രീതിയിലാണ് അവരൊക്കെ പറഞ്ഞത്, ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ വാദമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് രാഹുൽ, ഈ പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നുണ്ടായിരുന്നു, ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു, രാവിലെ മുതൽ വൈകിട്ട് വരെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു എന്നൊക്കെ. യഥാർത്ഥ പ്രതിയിലേക്ക് അന്വേഷണം എത്തിച്ചേരണം എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്ന്. ആ ആവശ്യവുമായി അവരും മുന്നോട്ട് പോകുമെന്നതാണോ? ഈ ഘട്ടത്തിൽ അവർ ഈ ആവശ്യവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ പ്രതിഭാഗം മുന്നോട്ട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനു മുമ്പ് പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയെങ്കിൽ ഈ 2 വർഷക്കാലം ഇതിൻ്റെ വിചാരണ നടപടികൾ നീണ്ടുപോയി, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രതി അല്ല അല്ലെങ്കിൽ ഈ അർജുൻ അല്ല കുറ്റക്കാരൻ എന്നിവർക്ക് ഉറപ്പുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇവർ മേൽക്കോടതിയെ സമീപിച്ചില്ല എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് എങ്കിൽ മറ്റൊരാളാണ് പ്രതിയെങ്കിൽ അവർക്ക് മേൽക്കോടതിയെ നേരത്തെ തന്നെ സമീപിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു അനുകൂല വിധി സമ്പാദിക്കാൻ കഴിയുന്നതാണ്. തെളിവുകളൊന്നും പര്യാപ്തമല്ല എന്നവർക്ക് ഹൈക്കോടതിയിലെങ്കിലും അത് വാദിച്ച് ജയിക്കാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ വിചാരണ കാലാവധി തീർന്നിട്ടും ഈ വിധി വരുന്നത് വരെ ഈ 2.5 വർഷക്കാലം എന്തിന് കാത്തിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ പ്രതിഭാഗം അങ്ങനെ പറയുമ്പോഴും അത് തന്നെയാണ് ഈ പ്രോസിക്യൂഷനും ചോദിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. ഇവർ എന്തുകൊണ്ട് നേരത്തെ ഈ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഈ മേൽക്കോടതിയെ സമീപിച്ചില്ല, ഈ വിചാരണ തീരുന്നത് വരെ എന്തിന് കാത്തിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ SC/ST ആക്ട് ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ആകും. ഇപ്പോൾ കേസ് കേട്ട അല്ലെങ്കിൽ വിചാരണ നടപടികൾ നടന്ന കോടതി കട്ടപ്പന ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ്. ആ കോടതി ഇടുക്കി ജില്ലാ കോടതിയാകും. അങ്ങനെ കോടതിക്കും അന്വേഷണ ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ മാറ്റം വരും. അതൊക്കെ ഒരു സംശയം നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിൽ യഥാർത്ഥ പ്രതി ആര് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അർജുൻ അല്ല പ്രതിയെങ്കിൽ യഥാർത്ഥ പ്രതി ആര് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നുണ്ട്. മറിച്ച് ഇപ്പോഴും ഈ അർജുനെ സംശയനിഴലിൽ നിർത്തുന്ന കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അതെ, അതാണ്. ഏതായാലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ്. അപ്പീൽ പോകും എന്നത് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. സർക്കാർ മുഖ്യമന്ത്രിയും അക്കാര്യം അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കുമ്പോൾ അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കുടുംബം.